ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള സിനിമകളിലെല്ലാം കൂടി ലക്ഷക്കണക്കിന് പാട്ടുകൾ കാണും. ആദ്യകാലങ്ങളിലെല്ലാം ഇത്തരം പാട്ടുകൾ മലയാളത്തിൽ മാത്രമായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ പിന്നീട് തമിഴ്, ഹിന്ദി പോലെയുള്ള അന്യഭാഷാ വരികൾ മലയാള സിനിമയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള മലയാളത്തിലെ ചില അന്യഭാഷാ പാട്ടുകളെക്കുറിച്ചാണ് ഇവിടെ പറയാനായി പോകുന്നത്. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്ന്, കീർത്തിചക്ര. മോഹൻലാലും മേജർ രവിയും ഒന്നിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു കീർത്തിചക്ര. പട്ടാളക്കാരുടെയും ദേശസ്നേഹത്തിന്റെയുമെല്ലാം കഥ പറഞ്ഞ കീർത്തിചക്ര അന്ന് കേരളത്തിൽ തരംഗമായിരുന്നു. ഈ സിനിമയുടെ വിജയത്തിനു ശേഷം ഇതുപോലെയുള്ള ഒരുപാട് ചിത്രങ്ങൾ മേജർ രവി സംവിധാനം ചെയ്യുകയും ഉണ്ടായി. ചിത്രത്തിലെ ഒരു ഹിന്ദി കാശ്മീരി കലർന്ന പാട്ടായിരുന്നു ഹുദാസെ മന്നത്ത് ഹേ മേരി എന്ന് തുടങ്ങുന്ന ഗാനം. കൈലാഷ് കെ പാടിയ ഈ ഗാനത്തിന് സജത്ത് ഫർഹദാണ് വരികൾ എഴുതി ഈണം നൽകിയിരുന്നത്. ഹിന്ദി വശമില്ലാത്തവർക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്നതും പാടി നടക്കാൻ കഴിയുന്നതുമായ മനോഹരമായൊരു ഗാനമായിരുന്നു ഇത്. 2, മെമ്മറീസ്. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ഒരു സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു മെമ്മറീസ്. മലയാളത്തിലെ തന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ ഒന്നാണിത്. ചിത്രത്തിൽ 2 പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. സെജോ ജോൺ ആയിരുന്നു ചിത്രത്തിലെ പാട്ടുകൾക്ക് ഈണം നൽകിയിരുന്നത്. ചിത്രത്തിന്റെ തുടക്കം വരുന്ന മെമ്മറീസ് നെവർ ഡേയ്സ് എന്ന ഗാനം നമ്മൾ സ്ഥിരമായി കണ്ടിരുന്നതിൽ നിന്നും വിപരീതമായി ഇംഗ്ലീഷിലായിരുന്നു ചിട്ടപ്പെടുത്തിയിരുന്നത്. നാൻസി സിനാട്രയും ലീ ഹേസൽവുഡും ചേർന്ന് പാടിയ സമ്മർ വൈൻ എന്ന ഗാനത്തിന്റെ അതേ ഈണത്തിൽ തന്നെയാണ് ഈ പാട്ടും ചിട്ടപ്പെടുത്തിയിരുന്നത്. ഇതിനെപ്പറ്റി മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. എങ്കിലും മനോഹരമായ ഇംഗ്ലീഷ് വരികളുള്ള ഒരു ഗാനം തന്നെയായിരുന്നു മെമ്മറീസിലെ മെമ്മറീസ് നെവർ ഡൈസ് എന്ന ഈ ഗാനം. 3, ബാംഗ്ലൂർ ഡേയ്സ്. ഇതുപോലെ ഇംഗ്ലീഷ് ഗാനമുള്ള മറ്റൊരു ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖറും നിവിനും ഫഹദും നിത്യാമേനോനുമെല്ലാം ഒന്നിച്ച ഈ സിനിമയിൽ ഫഹദിന്റെയും നിത്യയുടെയും ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോഴാണ് ഈ ഒരു ഇംഗ്ലീഷ് ഗാനം കടന്നു വരുന്നത്. ബേബി ഐ നീഡ് യു എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു ഇത്. ഗോപി സുന്ദർ ഈണം നൽകിയ ഈ ഗാനം അന്ന കത്രീനയാണ് പാടിയിരിക്കുന്നത്. അന്ന കത്രീന തന്നെയാണ് പാട്ടിന്റെ വരികളും എഴുതിയിരുന്നത്. 4, ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ രചിച്ചിട്ടുള്ള ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് എമ്പുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ 2ാം ഭാഗത്തിനായി ജനങ്ങൾ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ അവസാനത്തോട്ടടുക്കുമ്പോൾ റഫ്താരെ നാച്ചേ നാച്ചേ എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ഗാനമുണ്ട്. മലയാളത്തിൽ ഇത്തരം ഐറ്റം സോങ്ങുകൾ വരുന്നത് തന്നെ പൊതുവെ കുറവാണ്. അങ്ങനെ വന്നിട്ടുള്ള ഐറ്റം സോങ്ങുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടുകൂടിയായിരുന്നു ഇത്. ജോത്സ്ന ആലപിച്ച ഈ ഗാനത്തിന് താരിഖ് നബറാണ് വരികൾ എഴുതിയിരുന്നത്. ദീപക് ദേവ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനവും. ലൂസിഫറിലെ തന്നെ മറ്റൊരു ഗാനവും ഇതേപോലെ അന്യഭാഷയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കാണിക്കുന്ന സീനിൽ ഫൈറ്റിനോടൊപ്പം ചേർന്ന് പോകുന്ന രീതിയിൽ ഉള്ളതായിരുന്നു ഈ ഗാനം. കടവുളെ പോലെ കാപ്പോനുവൻ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് ലോകനാണ് വരികൾ എഴുതിയിരുന്നത്. ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ കാർത്തിക്കും ഭരദ്വാജുമാണ് ഈ പാട്ട് പാടിയിരുന്നത്. ഇങ്ങനെ ആക്ഷൻ രംഗങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള റാപ്പ് സ്റ്റൈൽ സോങ്ങുകൾ മലയാളത്തിൽ വരുന്നത് കുറവായിരുന്നു. അതിനെല്ലാം നല്ല ഒരു ബൂസ്റ്റ് കൂടി കൊടുത്ത പാട്ടായിരുന്നു ഇത്. 6, ഒരു ഇന്ത്യൻ പ്രണയകഥ. സത്യൻ അന്തിക്കാടിന്റെ സ്ഥിരം ശൈലിയിൽപ്പെട്ട ഒരു കഥ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിലൂടെയും പറഞ്ഞിരുന്നത്. ജീവിക്കാൻ അറിയാതെ അലമ്പും രാഷ്ട്രീയം തൊഴിലാക്കി നടക്കുന്ന നായകൻ മറ്റൊരാളുടെ ജീവിതത്തിൽ ചെന്നെത്തിയ ശേഷം തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയുന്നതുമെല്ലാമാണ് ചിത്രത്തിലൂടെ പറഞ്ഞിരുന്നത്. കൂട്ടത്തിൽ സ്നേഹവീടിൽ അച്ഛനെ തിരക്കി മകൻ വരുന്നത് പോലെ ഇവിടെ അച്ഛനെയും അമ്മയെയും തിരക്കി മകൾ വരുന്നതും അതിന്റെ അന്വേഷണവുമെല്ലാം കാണിച്ചിട്ടുമുണ്ട്. ചിത്രത്തിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിരുന്നത് വിദ്യാസാഗറാണ്. ചിത്രത്തിലെ പാട്ടുകളെല്ലാം മനോഹരമാണ്. ചിത്രത്തിൽ അമല പോൾ അവതരിപ്പിച്ച കഥാപാത്രം അച്ഛനെ തേടി നോർത്ത് ഇന്ത്യയിൽ എത്തുന്നതും അവിടെ അച്ഛന്റെ മറ്റൊരു മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയം വരുന്ന സജന 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 എന്ന പാട്ട് ഹിന്ദിയും മലയാളവും കൂടി കലർന്നതാണ്. റഫീഖ് അഹമ്മദും ഋതിക ഭട്ടാചാര്യയുമാണ് ഈ ഹിന്ദി മലയാളം വരികൾ എഴുതിയിരുന്നത്. വരികൾ പാടിയിരുന്നത് ശ്വേതാ മോഹനും ഹാരിഷും മാനസിയും ചേർന്നാണ്. 7, ഓം ശാന്തി ഓശാന.
നിവിൻ പോളിയും നസ്രിയയും എല്ലാം ഒന്നിച്ച ഒരു അടിപൊളി ചിത്രം തന്നെയായിരുന്നു ഓം ശാന്തി ഓശാന. അജു വർഗീസും നിവിനും നസ്രിയയും ചേർന്ന നല്ലൊരു കോമഡി ചിത്രം തന്നെയായിരുന്നു ഇത്. ജൂഡ് ആന്റണി ജോസഫ് ആദ്യം സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഇത്. ഷാൻ റഹ്മാൻ ആയിരുന്നു ചിത്രത്തിലെ പാട്ടുകൾക്ക് ഈണം നൽകിയിരുന്നത്. ചിത്രത്തിന്റെ അവസാനം നിവിൻ പോളിയുടെയും നസ്രിയയുടെയും കഥാപാത്രങ്ങൾ ഒന്നിക്കുമ്പോൾ വരുന്ന സ്നേഹം ചേരും നേരം എന്നൊരു പാട്ടുണ്ട്. പാട്ട് തുടങ്ങുന്നത് റബ്ബ മുझे ക്യാ ഹോ ഗയാ എന്ന ഹിന്ദി വരികളിലൂടെയായിരുന്നു. കൂടാതെ പാട്ടിന്റെ ഇടയ്ക്ക് വീണ്ടും മേം ആഷിഖ് ഹും ആ വാരാഹും എന്ന വരികളും വരുന്നുണ്ട്. റിനു റസാഖ്, ഹിഷാം അബ്ദുൽ വഹാബ് തുടങ്ങിയവർ ആലപിച്ച ഈ ഗാനത്തിന് നവീൻ മാരാറാണ് വരികൾ എഴുതിയിരുന്നത്. 8 ഉസ്താദ് ഹോട്ടൽ. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ദുൽഖർ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഉസ്താദ് ഹോട്ടൽ. ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ഗോപി സുന്ദർ ഒരുക്കിയ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആത്മാവ്. ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ തിലകൻ അവതരിപ്പിച്ച ഉപ്പുപ്പ എന്ന കഥാപാത്രം അജ്മീറിൽ പോയിരിക്കുന്ന സമയം വരുന്നൊരു സൂഫി സോങ് ഉണ്ട്. ഹിന്ദിയിൽ വരികളുള്ള മനോഹരമായൊരു പാട്ടായിരുന്നു ഇത്. 9 പട്ടം പോലെ. ദുൽഖർ സൽമാന്റെ കരിയറിലെ മോശം ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പട്ടം പോലെ. മാളവിക മോഹനായിരുന്നു ചിത്രത്തിൽ നായികയായി വന്നിരുന്നത്. സിനിമാറ്റോഗ്രാഫറായിരുന്ന അളകപ്പന്റെ ആദ്യ സംവിധാന ചിത്രം കൂടിയായിരുന്നു ഇത്. ചിത്രം കുറച്ച് മോശമായിരുന്നെങ്കിലും ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു. മഴയെ തൂമഴയെ, കണ്ണിൽ കണ്ണിലെന്ന് നോക്കി തുടങ്ങിയ പാട്ടുകളെല്ലാം അതിമനോഹരമായിരുന്നു. അതിൽ തന്നെ അന്തനാളിൽ അന്തിനേരം, ഉന്നെ പാർത്തേൻ കണ്ണമ്മ എന്ന ഗാനവും അടിപൊളിയായിരുന്നു. ചിത്രത്തിൽ തമിഴ് മലയാളം കഥകൾ ഇടകലർത്തി പറഞ്ഞിരുന്നുകൊണ്ട് തമിഴ് ശൈലിയിലായിരുന്നു സിനിമയിൽ ഈ പാട്ട് വന്നിരുന്നത്. എം ജയചന്ദ്രനായിരുന്നു ചിത്രത്തിലെ മനോഹരമായ പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരുന്നത്. അണ്ണാമല എഴുതിയ ഈ തമിഴ് വരികൾക്ക് മധു ബാലകൃഷ്ണനും ഹരിണിയും ചേർന്നാണ് ശബ്ദം കൊടുത്തിരുന്നത്. 10 ഗാങ്സ്റ്റർ. മമ്മൂട്ടിയുടെ മോശം ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഗാങ്സ്റ്റർ. ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന ഒരു മുഴുനീള ആക്ഷൻ ചിത്രം. മമ്മൂട്ടിയും ആഷിഖ് കപൂറും ഡാഡി കൂളിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം. ഇങ്ങനെ പല പ്രത്യേകതകളോടെ ആയിരുന്നു ഈ ചിത്രം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് കിട്ടിയിരുന്ന ഹൈപ്പുകളും ഏറെ വലുതായിരുന്നു. എന്നാൽ ചിത്രം അൻപേ പരാജയമായിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയെ കാണിച്ചു കൊണ്ടുവരുന്ന ഒരു ഹിന്ദി സോങ് ഉണ്ട്. അല്ലാഹു അക്ബർ എന്ന വരികളിൽ തുടങ്ങി പിന്നീട് ഹിന്ദി വരികൾ കടന്നു വരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. പാട്ട് പാടിയിരുന്നത് ജാവേദ് അലിയും ദീപക് ദേവും ചേർന്നായിരുന്നു. ദീപക് ദേവ് ആയിരുന്നു ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തിരുന്നത്. റക്കീബ് ആലമായിരുന്നു ഈ പാട്ടിനായി വരികൾ എഴുതിയിരുന്നത്. 11 മലയാളി മാമന് വണക്കം. രാജസേനനും ജയറാമും ഒന്നിച്ച ഹിറ്റ് സിനിമകൾ പിറന്നിരുന്ന ആ കാലത്ത് 2002 ഇവരുടെ കോംബോയിൽ വന്ന മറ്റൊരു നല്ല ചിത്രമായിരുന്നു മലയാളി മാമന് വണക്കം. മലയാളി തമിഴ് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയുടെയും സ്നേഹത്തിന്റെയും കഥയാണ് ചിത്രത്തിൽ പറഞ്ഞിരുന്നത്. ചിത്രത്തിൽ പ്രഭു, റോജ തുടങ്ങിയ തമിഴ് നടീനടന്മാരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭുവിന്റെയും റോജയുടെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു തമിഴ് ലവ് സോങ് സിനിമയിലുണ്ട്. കാതല കാതല എന്ന് പേരിട്ടിട്ടുള്ള ഈ ഗാനം മനോയും ഗംഗയും ചേർന്നാണ് ആലപിച്ചത്. സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു പാട്ടിന് സംഗീതം നൽകിയിരുന്നത്. എഴുലിക്ക് ഞാനൊരു അരസിയെ പാർത്തേൻ എന്ന് തുടങ്ങുന്ന തമിഴ് വരികൾ എഴുതിയിരുന്നത് എസ് രമേശൻ നായരും. കൂടാതെ ഈ ചിത്രത്തിലെ തന്നെ മാമ മലയാളി മാമ എന്ന പാട്ടിലും തമിഴ് വരികൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. എസ് രമേശൻ നായർ തന്നെ എഴുതിയ വരികൾ പാടിയത് MG ശ്രീകുമാറും സുജാത മോഹനും. അവസാനത്തേത് ഫോർ ദ പീപ്പിൾ. ഇങ്ങനെ അന്യഭാഷാ വരികൾ കലർന്നിട്ടുള്ള പാട്ടുകൾ പറയുമ്പോൾ ജാസി ഗിഫ്റ്റിന്റെ ഇംഗ്ലീഷ് കലർന്ന വരികൾ പറയാതെ പോകുന്നത് ശരിയല്ല. അതിൽ പ്രധാനപ്പെട്ടത് ഫോർ ദ പീപ്പിളിലെ ലജ്ജാവതി എന്ന സോങ് ആണ്. ജാസി ഗിഫ്റ്റ് ഈണം നൽകി പാടിയിരിക്കുന്ന ഈ പാട്ടിന്റെ തുടക്കവും ഇടയ്ക്കുമെല്ലാം വരുന്ന ഇംഗ്ലീഷ് വരികൾ അന്ന് നമ്മളിൽ 99% പേരും അർത്ഥമറിയാതെ വരികൾ കറക്റ്റായി അറിയാതെ പോലും തെറ്റിച്ച് പാടിയിരുന്നവരാണ്. വാച്ചോൺ വാച്ചോൺ എന്ന് തുടങ്ങുന്ന വരികൾ ഒരുപക്ഷെ വാച്ച വച്ചാന എന്നായിരിക്കും നമ്മളിൽ പലരും പാടിയിരുന്നത്. വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിലും വരികൾ അറിയില്ലെങ്കിൽ പോലും ഇന്നും നമുക്ക് പ്രിയപ്പെട്ട അടിച്ചുപൊളി പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. ഇങ്ങനെ ഇംഗ്ലീഷ് വരികൾ ഇത്രയും പവറോടെ മലയാളം പാട്ടുകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഈ ലജ്ജാവതിയെ എന്ന പാട്ടിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ അന്യഭാഷാ വരികൾ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പാട്ടുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. കൂടാതെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.